എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കണ്ണൻകുട്ടി ഇല്ലാതെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതൊക്കെ വളരെ ചുരുക്കമാണ്, അപൂർവമാണ്. ഞാൻ അവനില്ലാത്തൊരു വീഡിയോ പോലും നമ്മളുടെ ചാനലിലോ പേജിലോ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല. വല്ല ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അവനും എടുത്തിരുന്നിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് അവൻ്റെ മുന്നിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് ചിരിച്ച് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ചിരിച്ചൊന്നും വീഡിയോസ് എടുക്കാനൊന്നും എനിക്ക് സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുൻപത്തെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, അതിൽ ഞാൻ കാണാനെ കാണിക്കാം. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എടുക്കുന്ന വീഡിയോസുകളിലൊന്നും ചിലപ്പോൾ കാണാൻ ഉണ്ടായിന്ന് വരില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അവൻ്റെ അടുത്താണെങ്കിൽ പോലും അങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ പറ്റുന്നില്ല നമുക്ക്. അപ്പോൾ വീഡിയോയിൽ വന്നിരുന്നിട്ട് പിന്നെ അവനെയാണെങ്കിലും ഈ ഇങ്ങനെ കാണുമ്പോഴൊന്നും ആർക്കും സന്തോഷത്തോടു കൂടെ ചിലപ്പോൾ പറ്റില്ല. ആൾക്ക് വീഡിയോസിൽ വരാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ വേണ്ട, എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ. അപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ മല പോയ കാര്യങ്ങളൊക്കെ വീഡിയോ ഇപ്പോൾ FBയിലാണെങ്കിൽ ഇന്നാണ് കേട്ടോ അത് അപ്ലോഡ് ആയിട്ടുള്ളത്. യൂട്യൂബിലാണെങ്കിൽ അത് ഇന്നലെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴും കണ്ണന് എന്തായിരുന്നു പ്രശ്നം, CT സ്കാൻ എടുക്കാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായെന്നുള്ളത് പറഞ്ഞില്ല. അത് ഞാൻ ആ ഒരു മാറ്റർ അതിൽ പറയട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അതിൽ പറയാതിരുന്നത്. അപ്പോൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ ഞാൻ എപ്പോഴും അവൻ്റെ വായിൽ കൈയിടുന്ന ഒരാളാണ്. എപ്പോഴും ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വായ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോഴൊന്നും ഞാൻ കണ്ടില്ലാത്തൊരു സാധനം നമ്മൾ 23-ാം തീയതിയാണെന്ന് തോന്നുന്നു രാവിലെ കണ്ണൻ്റെ ഈ സൈഡിലും രണ്ട് ഇങ്ങനെ മുഴ പോലെ വീർത്തിരിക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവാം, പഴുപ്പാവാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ പീഡിയാട്രിഷനോട് പറഞ്ഞപ്പോൾ അവർ ഡെൻ്റലിനെ റൂമിലേക്ക് വിളിപ്പിച്ച് അവർ നോക്കിയപ്പോൾ നമ്മളോട് ഭയങ്കര പേടിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പഴുപ്പല്ല, തൊടുമ്പോൾ അമങ്ങണമൊന്നുമില്ല, ഇത്തിരി ഹാർഡായിട്ടുള്ള ഒരു ബോൾ പോലെ നിൽക്കുന്നൊരു സംഭവമാണ്. ഒന്നെങ്കിൽ അത് എല്ല് വളരുന്നതാവാം, ബോൺ ഗ്രോ ചെയ്യുന്നതായിരിക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ നമുക്കിപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ഓരോ തടിപ്പും വളർച്ചകളും ഒക്കെ ആകുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് പോലെ നമുക്ക് ബയോപ്സിക്ക് അയക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ, പിന്നീട് നമ്മൾ ബാക്കിയുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നമ്മൾ എവിടെ വരെയൊക്കെ നമ്മളുടെ ചിന്ത പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ നോർമൽ ഒരു കുഞ്ഞാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ടെൻഷൻ അടിക്കില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്രോ ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. പക്ഷെ കണ്ണനെയൊക്കെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് അതൊക്കെ എത്രത്തോളം റിസ്ക്കാന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ പല്ലെടുക്കുന്ന കാര്യത്തിൽ പോലും ആ ഒരു സെഡേഷൻ കാര്യങ്ങളൊക്കെ, ലോക്കൽ അനസ്തേഷ്യൊക്കെ കൊടുക്കുമ്പോൾ പോലും വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കണ്ണന് അന്ന് 5-ാം മാസത്തിലൊരു വയ്യായി വന്നിട്ട് പിന്നെ ഞാൻ തളർന്നു പോയുള്ളത് 6 വയസ്സിലത്തെ അവൻ്റെ ഫിറ്റ്സ് വന്ന സമയത്തായിരുന്നു. അതവന് അത്യാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ആകെ തളർത്തി കളഞ്ഞത് അവൻ്റെ പല്ലിൻ്റെ വിഷയമായിരുന്നു. അമൃത ഹോസ്പിറ്റലും ജൂബിലി ഹോസ്പിറ്റലും അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലുകാരൊക്കെ നമുക്ക് ഫുൾ അനസ്തേഷ്യ കൊടുത്തിട്ട് മുഴുവനായിട്ടും പറിച്ച് കളയണം എന്നൊക്കെയാണ് നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലുള്ള റിസ്ക്കുകളും അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആവശ്യമുള്ള പല്ലുകൾ മാത്രം ചെറിയ ഡോസിൽ തരിപ്പിച്ച് അങ്ങനെയൊക്കെ എടുത്ത് കളയാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനൊരു കാര്യങ്ങളും കൂടെ കേട്ടപ്പോൾ അല്ലാതെ തന്നെ ശ്വാസം കിട്ടായികയും ബുദ്ധിമുട്ടുകളും വേറെ വഴി കൂടെ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ എന്തോ ഗ്രോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത്രയും ടെൻഷനിൽ നിൽക്കുന്ന ഇതാണ്, ആ ഒരു അവസ്ഥയിലാണ് നമ്മൾക്ക് ഇങ്ങനെയും കൂടിയുള്ളൊരു കാര്യം വന്നത്. പക്ഷേ CT സ്കാൻ എടുത്തതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ നമ്മുടെ പഴയ പല്ലുകളുണ്ടല്ലോ, നമ്മൾ പാൽപ്പല്ലെന്ന് പറയുന്ന പല്ലുകൾ, അത് കുറച്ചവിടെ പറയാതെ നിൽക്കുന്നുണ്ട് താഴ്ഭാഗത്ത്. അപ്പം അതങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ അങ്ങനെ തടിപ്പായിട്ട് എല്ല് പോലെ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. അത് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് എന്താ പറഞ്ഞതെന്നുള്ള എൻ്റെ അടുത്തല്ല പറഞ്ഞത്. നമ്മൾ പോലീസ് സ്റ്റേഷനിലും അങ്ങനെയൊക്കെ ആയിട്ട് പോയ സമയത്ത് അച്ഛനും അമ്മയായിരുന്നു റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്താണ് പറഞ്ഞത്. പിന്നെ എന്തായാലും നമ്മൾ പോകുമ്പോൾ ഒന്നും കൂടെ ഒപ്പിയിൽ ഡെൻ്റലിനെയും കൂടെ ഒന്ന് കാണുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്. പക്ഷെ അവരില്ലെന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. വലിയ ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്കത് സർജറിയൊക്കെ ചെയ്ത് കളയാം. പക്ഷെ കണ്ണനെ സംബന്ധിച്ചിട്ട് ഇനിയിപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മളൊന്നും കൂടെ പോയിട്ട് എന്തെങ്കിലും വല്ല മെഡിസിൻസോ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒന്നും കൂടെ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് കേട്ടോ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന്, കാരണം ഞാൻ ആ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കേട്ട് ഞാൻ അറിഞ്ഞ് ബോധ്യപ്പെട്ടാൽ തന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ആദ്യം ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നമ്മുടെ ഡെൻ്റലിനെയും കൂടെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ എത്രത്തോളം ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ തളർന്ന് നിൽക്കുന്നവരെ ഒന്നും കൂടി തളർത്താനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഈ മാലയുടെ വിഷയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർ നല്ല രീതിയിൽ അന്വേഷിച്ച് ഏകദേശം ആളുകളെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെയാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. നമുക്കും വലിയ സംശയങ്ങളൊന്നുമില്ല. നമ്മളൊരു 5-6 പേരിൽ നമ്മളുടെ സംശയം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ആളുകളും തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. എന്തായാലും നമ്മുടെ പോലീസുകാർ ആ പ്രതികളെ കണ്ടുപിടിച്ച് തരും തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരായിട്ട് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കേസുമില്ല, ഒന്നുമില്ല. പക്ഷേ പോലീസുകാരൊക്കെ ആയിട്ട് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് നമ്മൾക്കിത് അറിയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപോട്ട് കേസും കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് പോകട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് വിലയുണ്ട്. പൈസയ്ക്ക് നമ്മൾ വിലയില്ല എന്ന് ഞാൻ പറയില്ല, വിലയുണ്ട്. 3 ലക്ഷത്തിലും മേലെ വില വരുന്നൊരു സാധനമാണ്. അതിന് വിലയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാളും നമുക്ക് മെൻ്റലി ഒരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു സാധനത്തിൻ്റെ അടുത്തുണ്ട്. ആ സാധനം എന്നല്ല, എനിക്ക് നമ്മുടെ വീട്ടിലൊക്കെയുള്ള പല സാധനങ്ങളോടൊരു മെൻ്റലി എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഞാൻ പറയാറുണ്ട്, നമ്മളൊരു സ്പൂണാണെങ്കിൽ പോലും നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചില കസേരയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാലൊക്കെ ഒടിഞ്ഞ കസേര വരെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കളയാൻ മനസ്സ് വരില്ല. കാരണം ആ ഒരു കസേര വാങ്ങാനായിട്ട് ചിലപ്പോൾ ഞാൻ ഒരു ദിവസത്തെ ഉറക്കം പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതതുപോലെ നമ്മൾ കണ്ണന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നതാണെങ്കിലും അങ്ങനെ നമ്മൾ അത് നശിപ്പിക്കാതെ സൂക്ഷിച്ച് വെച്ച് അവന് പൊന്നുപോലെ കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് വളരെയധികം വലിയൊരു വില നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് കിട്ടും തന്നെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് വിചാരിക്കും, കിട്ടില്ലേ ഇനി അത് കൈമറിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവുമോ. പക്ഷെ അങ്ങനെ ഞാൻ വിചാരിക്കുമ്പോഴും എൻ്റെ മനസ്സ് പറയും കിട്ടും. അത് എൻ്റെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല ആയിരുന്നു. പക്ഷേ നമ്മുടെ കണ്ണൻ്റെയാണ്, പോകാൻ തൊടാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ പിന്നെ ഈ നമ്മുടെ ഗുരുവായൂരപ്പനൊക്കെ കണ്ണ് തുറന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് വിശ്വാസമില്ലാത്ത പോലെ. നമ്മൾ അത്രയ്ക്കധികം ഞങ്ങളെക്കാളും അധികം കൃഷ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഇഷ്ടം കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ കണ്ണൻകുട്ടി. കഴിഞ്ഞ ദിവസം പോലും ഇപ്പോൾ വയ്യാതിരിക്കുന്നതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നു കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ. അപ്പോഴും പോയി. ഞങ്ങൾക്ക് അന്ന് തൊഴാൻ പറ്റിയില്ലെങ്കിൽ പോലും അന്ന് നമ്മൾ അവിടെ നിന്ന് പിടി ചോറ് കഴിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട്. ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പ്രസാദം ആയിട്ട് കാണുന്ന നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ സംഭവമൊക്കെ നടക്കുന്നതിലും കുറച്ച് മുൻപ് നമ്മൾ അവിടെ നിന്ന് ഒരു പിടി ചോറ് കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃഷ്ണൻ നമ്മളെ കൈവിടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് അങ്ങോട്ട് അന്ധവിശ്വാസമില്ലെങ്കിലും എനിക്ക് ഈശ്വരനിൽ നല്ല വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഈശ്വരൻ നമ്മളെ കൈവിടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കണം. അപ്പോൾ കണ്ണന് നിലവിൽ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ ഇപ്പോൾ നല്ല ക്ഷീണത്തിലാണ് ഇരിക്കണേ. പോരാത്തതിന് എന്താ ഞാൻ മുടി വെട്ടി. അപ്പോൾ പിന്നെ അവൻ്റെ ഒഴിഞ്ഞ കഴുത്തുമായിട്ട് എനിക്ക് കാണിക്കാനും എനിക്ക് തന്നെ നോക്കാൻ വിഷമം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവനെ അത് അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി പോലെ കിടന്നിരുന്നൊരു സംഭവമാണ്. അവൻ്റെ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും അവിടെ കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ അതില്ലാതെ ഞാൻ വരുന്ന വഴിക്ക് തന്നെ വീഡിയോ എടുത്തിട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് അവൻ്റെ ഒഴിഞ്ഞെടുക്കുന്ന കഴുത്ത് ഞങ്ങൾക്ക് കാണാൻ വയ്യ എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും അത് കണ്ടേ നിവർത്തിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കേണ്ട. എന്തായാലും ഞാൻ കണ്ണനെ കാണിക്കും കേട്ടോ, കാണിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കണ്ണനെ കാണിക്കും. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യാല്ലേ, നമുക്ക് നമ്മുടെ സാധനമൊക്കെ കിട്ടിയിട്ട് നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കണ്ണനെ കാണാനായിരിക്കില്ലേ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക.